നമസ്കാരം. അമ്മന്നൊരു ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല. മകന് 29 വയസ്സായി, 30 വയസ്സായി, 32 വയസ്സായി. നല്ല ജോലിയുണ്ട്, ശമ്പളമുണ്ട്. പക്ഷെ വിവാഹം നടക്കുന്നില്ല. വരുന്ന ആലോചനകളെല്ലാം മുടങ്ങിപ്പോവുകയാണ്. സ്വാമി, എങ്ങനെയെങ്കിലും എൻ്റെ മകൻ്റെ വിവാഹം നടത്തി തരണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം, കുറേ നാൾക്ക് മുമ്പ് ഒരമ്മ വിളിച്ചിട്ട് മകൻ്റെ വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ നോക്കി ദോഷങ്ങളെല്ലാം മാറ്റിക്കൊടുത്ത് വിവാഹമൊക്കെ നടന്നു. ഇപ്പം ആ അമ്മയുടെ പരാതി, തൻ്റെ മരുമകൾ ശരിയല്ല, അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല സ്വാമി എന്ന് പറഞ്ഞാണ് ഇപ്പം അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, എനിക്ക് ഈ അമ്മമാരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ആ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഉള്ളൊരു സാഹചര്യം നമ്മൾ വരുന്ന വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതില്ലാതെ വരുമ്പോഴാണ് കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നത്, ഒറ്റപ്പെടലുകൾ ഫീൽ ചെയ്യുന്നതൊക്കെ. വേറൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് പറിച്ച് നടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അവർ നമ്മുടെ ജീവിത സാഹചര്യവുമായി ഇണങ്ങി വരണമെങ്കിൽ അവർക്ക് തുറന്ന് ജീവിക്കാനും തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം, തൻ്റെ ഭർത്താവുമായി നല്ല രീതിയിൽ മാനസികമായിട്ട് ഇണങ്ങാനുള്ളൊരു അവസരം, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരാണ്. അങ്ങനെ വരുമ്പം അവർ വീടുമായിട്ട് ഇണങ്ങുകയും വീട്ടുകാരുമായിട്ട് ഇണങ്ങുകയും ആ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ളൊരു മനസ്സ് ആ കുട്ടിക്ക് ഉണ്ടാക്കി വരികയും ചെയ്യും. ഇതല്ലാതെ ഒരു വരുന്ന കുട്ടി തൊടുന്നതും പിടിക്കുന്നതിനെല്ലാം കുറ്റം നമ്മൾ കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ അതിനെ സമയം കാണും. ആ കുടുംബ ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷം നിലനിൽക്കില്ല. എല്ലാവർക്കും അവരുടേതായ സ്പേസുകൾ ആ വീട്ടിലുണ്ട്. അതിൽ വരുന്ന പെൺകുട്ടിക്കും ഉണ്ട്. അച്ഛൻ, അമ്മ, കുട്ടികൾ, മരുമക്കൾ, അവരുടെ മക്കൾ, എല്ലാവർക്കും അവരുടേതായ സ്പേസുകൾ എപ്പോഴും ഉള്ളവരായിരിക്കണം. അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം, ഒരു സാഹചര്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് പരസ്പരം ഷെയർ ചെയ്ത്, സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും എല്ലാം പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം സന്തോഷകരമായിട്ട് നിലനിന്ന് പോകൂ. അല്ലാതെ തൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് വലുത്, അല്ലെങ്കിൽ അത് മാത്രമാണ് ശരിയെന്ന് വാശി പിടിക്കാതെ, നമ്മുടെ ഇഷ്ടങ്ങളിലേക്കും മറ്റുള്ളവരെ വലിച്ചിഴച്ച് കൊണ്ടുവരാതെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു മനസ്സ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ കുടുംബത്തിൽ ഒരു സന്തോഷം നിലനിൽക്കൂ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.